ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധയമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചതിന് ആദ്യം തന്നെ ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിലെ പെരുവണ്ണാമൊഴിയിൽ നിന്നാണ് വരുന്നത്. 2022 ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ 10 പ്രാവശ്യം ഇപ്പം ഉടമ്പടി പുതുക്കി. ഇത് 4-ാമത്തെ പ്രാവശ്യമാണ് ഈ തിരുവൽത്താരയിൽ സാക്ഷ്യം പറയുന്നത്. ഏകദേശം 40 വർഷത്തോളമായി എനിക്കൊരു അലർജിയുടെ പ്രശ്നമുണ്ടായിരുന്നു. കുഞ്ഞുനാളിലൊക്കെ എന്തെങ്കിലും പൊടിയോ വെയിലത്ത് കളിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ശരീരം തടിച്ചു വരും, ചുണങ്ങ് പോലെ ഇങ്ങനെ ശരീരത്തിലുണ്ടാകുമായിരുന്നു. കുറച്ച് പ്രായമായി കഴിഞ്ഞ് ഞാൻ 2 വീലർ ഓടിക്കാൻ തുടങ്ങിയ സമയത്ത് എപ്പോഴും എൻ്റെ കയ്യിലും പുറത്തുമൊക്കെ ചുണങ്ങ് പോലെയായിരുന്നു. ഇതൊരുപാട് എനിക്ക് മാനസികമായ വിഷമമുണ്ടാക്കി. ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് ചികിത്സകളൊക്കെ ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി ഞാനിങ്ങനെ കൊണ്ടുവന്നു. ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയാണ്. അപ്പോൾ ഈ ചുണങ്ങുള്ളത് കൊണ്ട് അത് വളരെ വിഷമമുണ്ടാക്കിയിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൃത്യമായി എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പും വിശുദ്ധ തൈലവും ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ കുറച്ച് 2022-23 ശേഷം എനിക്ക് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു അലർജിയുടെ പ്രശ്നമില്ല. പരിശുദ്ധ അമ്മ വഴിയായി എനിക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. കഴിഞ്ഞ ഡിസംബർ 14-ാം തീയതി ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി രാവിലെ പള്ളിയിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഒരു വലിയ ഇറക്കമുണ്ട്. അപ്പോൾ ജലനിധിയുടെ പണി നടക്കുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ മിറ്റിൽ നിരത്തിയിട്ടിരുന്നു. ആ ഇറക്കത്തിൽ നിന്ന് എൻ്റെ വണ്ടിയുടെ ബാലൻസ് പോവുകയും വണ്ടി മറിയുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം സ്ഥിരമായി നമ്മൾ കൊണ്ടു നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തിനൊരു കയ്യിൽ തൊലി പോയതല്ലാതെ വേറെ ഒരു പ്രശ്നവും ഞങ്ങൾക്കുണ്ടായില്ല. ആ വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഈ തിരുവൽത്താരയിൽ വെച്ച് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കുറേ നാളുകളായി എൻ്റെ വീട്ടിൽ വിശുദ്ധ തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആർക്ക് രോഗം വന്നാലും നമ്മൾ വിശുദ്ധ തൈലവും ഉടമ്പടി ഉപ്പുമാണ് അതിന് മരുന്നായി ഉപയോഗിക്കുന്നത്. എൻ്റെ വലത് കൈയിൽ ഈ തള്ളവിരലിൽ 2022 മുതൽ ഒരു കുഴിനഖം പോലെ വിരച്ചുട്ട് പോലെ ഇങ്ങനെ വന്നു. അപ്പോൾ അത് ആദ്യമൊക്കെ ഞാൻ ചെറുനാരങ്ങയിൽ ഉപ്പൊക്കെ തേച്ച് ഇങ്ങനെ പോയി. പക്ഷേ അതിനൊരു മാറ്റവും വന്നില്ല. ശക്തമായ വേദന ഒക്കെ ആയിരുന്നത് കൊണ്ട് ഞാൻ വളരെയധികം വിഷമിച്ചു. പിന്നെ ഉടമ്പടി ഉപ്പും തൈലവും കൂട്ടി യോജിപ്പിച്ച് ആ വിരലിൽ 3 ദിവസം ഞാൻ പുരട്ടുന്നുണ്ടായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ഇങ്ങനെയൊരു കയ്യിൽ ഇങ്ങനെയൊരു വിരച്ചിട്ടുള്ളതുപോലെ ഞാൻ മറന്നുപോയി. ഇപ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇപ്പോൾ അങ്ങനെയൊരു അസുഖം എൻ്റെ ഈ വിരലിന് വന്നിട്ടുണ്ട് എന്ന് പോലും തോന്നില്ല. പരിശുദ്ധ അമ്മ വഴി തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ ഈ തിരുവൽത്താരയിൽ അമ്മയ്ക്ക് സാക്ഷ്യമായി പറയുകയാണ്. എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു മുള്ള് കൊണ്ടതിനാൽ അതൊരു വലിയ ആണിയായി രൂപാന്തരപ്പെട്ടിരുന്നു. അപ്പം നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ചെരുപ്പിട്ട് നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ വേദന സഹിച്ചിരുന്ന ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്ന സമയത്ത് ഉടമ്പടി തൈലവും ഉപ്പും കൂട്ടി യോജിപ്പിച്ച് അവിടെ പുരട്ടിയതിൻ്റെ ഫലമായി ഞാൻ പോലും അറിഞ്ഞില്ല, ആ ആണിയുടെ പാടുപോലും ഇല്ലാതെ എൻ്റെ കാല് സൗഖ്യപ്പെട്ടു. ഇതും വിശുദ്ധ തൈലം ഉപയോഗിച്ച് എനിക്ക് അമ്മ നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു ദിവസം എൻ്റെ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെട്ടു പോയി. അതെപ്പോഴൊരു ചെപ്പിനകത്താക്കിയാണ് ഞാനിത് കൊണ്ടുവന്ന് നടന്നിരുന്നത്. കാണാതെ വന്നതോടുകൂടി എനിക്ക് ഉറക്കമില്ലാതെയായി, ആകെ അസ്വസ്ഥതയായി. ഞാൻ തിരയാത്ത സ്ഥലമില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി ഞാനിത് ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചുകൊള്ളാം, എനിക്ക് അമ്മയത് കണ്ടെടുത്ത് നീ തരണമേ എന്ന് ഞാൻ സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം കുറേ പ്രാവശ്യം അടിച്ചു വാരിയതാണ് എങ്കിലും ഒരു ദിവസം വീടിൻ്റെ മുറിയിൽ നിന്ന് തന്നെ അത്ഭുതകരമായി ആ കാശുരൂപം യാതൊരു കേടുപാടുമില്ലാതെ എനിക്ക് ലഭിച്ചു. അമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കുന്നത് കൊണ്ട് അമ്മ എൻ്റെ അടുത്ത് വീണ്ടും വന്നതാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. 2022 മുതൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആദ്യമൊക്കെ ഞാൻ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും കൂടുതൽ സമയം അരമണിക്കൂർ മുടങ്ങാതെ എല്ലാ ദിവസവും തിരുവചനം വായിക്കുവാനും കൂടുതൽ ചൊല്ലുവാനുമൊക്കെ അമ്മ അനുഗ്രഹം നൽകിയിട്ടുണ്ട്.
കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ പെൻഷനേഴ്സിൻ്റെ സംഘടന കൈത്താങ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്നതിനായി എല്ലാ പെൻഷനേഴ്സും അതിൽ കൃത്യമായി ഒരു സംഖ്യ നിക്ഷേപിക്കുന്നുണ്ട്. അതുപോലെ 10-12 ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി മരുന്ന് വാങ്ങുന്നതിനുള്ള സംഭാവന നൽകുന്നു. അതിൽ അംഗമാകാൻ എനിക്ക് സാധിച്ചു. മുടങ്ങാതെ ആ ചികിത്സാ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ ഞങ്ങളുടെ പഞ്ചായത്തിനടുത്തുള്ള പഞ്ചായത്തിൽ ഒരു അഗതി മന്ദിരമുണ്ട്. വൃദ്ധരായ അമ്മമാരെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലം. അവിടെ എല്ലാ മാസവും പോവുകയും അവർക്ക് ആവശ്യമായ ലഘുഭക്ഷണം നൽകാൻ അവർക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ അമ്മമാരോട് കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷജനകമായ ഒരു കാര്യമാണ്. പിന്നെ നിർധനരായ അമ്മമാരെ താമസിക്കുന്ന സ്ഥലത്ത് ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് പോയി അവരെ താമസ സ്ഥലം വൃത്തിയാക്കാനും അവരെ സഹായിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ആത്മീയമായി ഒരു ഉണർവുണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ, വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയിലെല്ലാം, ഉടമ്പടി പ്രാർത്ഥനയിൽ ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് മൂലം ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മക്കളുടെ ജീവിത രീതിയിലും ജീവിത മേഖലകളിലും പഠന മേഖലകളിലും ജോലി മേഖലകളിലുമെല്ലാം പരിശുദ്ധ അമ്മ വഴി ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളുടെ കുടുംബത്തിനും എനിക്കും തന്ന എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ ജീവിക്കുവാനുള്ള കൃപ ലഭിക്കാനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹോസിയ 2-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും, നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും, വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും, കർത്താവിനെ നീ അറിയും. ജെസ്സി ആൻഡ്രൂസ് എന്ന ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നാം കേട്ടത്. ആ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, എടുത്തത് അമ്മയാണെങ്കിലും ആ സഹോദരി ഇരുന്ന കുടുംബത്തിലുള്ള ഓരോരുത്തരിലേക്കും ആ ഉടമ്പടി ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രവഹിക്കുന്നതിനെക്കുറിച്ചാണ് സഹോദരി പങ്കുവച്ചത്. ശരിക്കും നമുക്കത് ഉടമ്പടി ജീവിതത്തെ കാണാനാവും. ഒരു വ്യക്തി ഉടമ്പടി എടുക്കുമ്പോൾ ആ വ്യക്തി ശരിക്കും ഒരു ഖരരൂപത്തിലാണ് ഉടമ്പടി എടുക്കുന്നത്. അത് കട്ടിയാണ്. അത് അങ്ങനെ ഇരിക്കുന്ന മാട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ, ചലനമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ പതിയെ അത് മെൽറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനാവും. ജീവിതം മെൽറ്റ് ചെയ്യും. വാശി പോകും, ദേഷ്യം പോകും, മത്സരബുദ്ധി പോകും, വെറുപ്പ് പോകും, മറ്റാരോടെങ്കിലുമുള്ള പിണക്കങ്ങൾക്ക് കുറവുണ്ടാകും. അങ്ങനെ ആ വ്യക്തി തന്നെ കാർക്കശ്യത്തിലും പിടിവാശിയിലും അഹന്തയിലും ആസക്തികളും ജീവിച്ചിരുന്ന വ്യക്തി തന്നെ ഒരല്പം കൂടിയൊന്ന് മെൽറ്റായി ഒരു ദ്രാവകരൂപത്തിലേക്ക് മാറും. എന്ന് വെച്ചാൽ വ്യക്തിയിൽ നിന്ന് ആ കുടുംബത്തിലുള്ള വ്യക്തികളിലേക്ക് അതിൻ്റെ ചൈതന്യം പകരുന്നത്, അത് അവർ കൂടി വിശ്വാസത്തിലേക്ക് വരുന്നത്, അവർക്ക് കൂടി അതിൻ്റെ നല്ല അനുഭവങ്ങൾ പങ്കുചേരുവാൻ പറ്റുന്നത് നമുക്ക് കാണാനാവും. പക്ഷേ ഉടമ്പടി ജീവിതം ഒരു പ്രേക്ഷിത ജീവിതമായി മാറുമ്പോൾ ഇത് വീണ്ടും വേപ്രൈസ് ആകും, വാതക രൂപത്തിലാകും. എന്ന് വെച്ചാൽ എല്ലായിടത്തേക്കും ഇത് പരന്നുകൊണ്ടിരിക്കും. അത് കാറ്റിഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ ഉടമ്പടിയെടുത്ത വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ അത് തന്നിൽ നിന്നും തൻ്റെ കുടുംബത്തിൽ നിന്നും താനായിരിക്കുന്ന ഇത്തിരി ഇടത്തിൽ നിന്നും എല്ലാ ഇടങ്ങളിലേക്കും ഇതിങ്ങനെ വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കും. അത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ തീഷ്ണതയാണ്. അങ്ങനെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും വിശ്വാസത്തെ പ്രഘോഷിക്കുവാനുമായി ഒരു വ്യക്തിയെ വലിയ തോതിൽ ഇങ്ങനെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ടത്, എൻ്റെ അവസ്ഥ എന്താണ്? ആർക്കും ഒന്നും കൊടുക്കാതെ എൻ്റെ കാര്യം മാത്രം, എനിക്ക് മാത്രം കാര്യങ്ങൾ നടക്കണം, എൻ്റെ കാര്യം മറ്റുള്ളവർ നോക്കണം എന്ന രീതിയിൽ ഒരു ഘനീഭവിച്ച ഒരവസ്ഥയിലാണോ ജീവിതം നിൽക്കുന്നത്? അവിടുന്ന് അല്പം കൂടി ഒന്ന് ദ്രാവകരൂപത്തിലാകുവാൻ, അല്പം കൂടി ഒന്ന് എളിമപ്പെടുവാൻ നമുക്ക് ഉടമ്പടിയിലൂടെ തുടക്കകാലത്ത് സാധിക്കും. അത് അവിടെ കൊണ്ട് നിൽക്കാനുള്ളതല്ല. 1-2 ദൈവാനുഗ്രഹം കിട്ടുമ്പോൾ കൊള്ളാം, ഇത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത്തിരി കുർബാനയ്ക്ക് പോകുന്നുണ്ട്, ഇത്തിരി വചനം വായിക്കുന്നുണ്ട് എന്ന് കരുതി അവിടെ തൃപ്തിപ്പെട്ട് തീർക്കുവാനുള്ളതല്ലത്. മറിച്ച് അതിനപ്പുറത്തേക്ക് ഈശോ നന്മകൾ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചുവെന്ന വചനത്തിൽ പറയുന്നത് പോലെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ ആ പ്രേക്ഷിതം അബ്ബാ പിതാവിനെ എല്ലാവർക്കും കൊടുക്കാനായി, അപ്പായെ എല്ലാവർക്കും കൊടുക്കുവാനായി ഈശോ ആ കാണിച്ചിരുന്ന
ഒരു ആരോടും വെറുപ്പില്ലാതെ എല്ലാവർക്കും നന്മ മാത്രം കൊടുക്കുന്ന ആ ഒരു ജീവിതശൈലി, അതിലേക്ക് വളരുമ്പോഴാണ് നിത്യത നമ്മുടെ ജീവിതത്തിനരികെ നമുക്ക് കാണാനാവുക. നമുക്ക് മനസ്സിലാവും, കൊള്ളാമല്ലോ, ഈ ജീവിതം ഞാൻ ജീവിച്ചു കൊണ്ടിരുന്ന ഈ 60 വർഷത്തേലും ഈ 40 വർഷത്തേലും എത്ര സുന്ദരമാണ്. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെതല്ല, ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെതുമല്ല, എല്ലാവർക്കുമുള്ളതാണ്, എൻ്റെ ഈശോയുടേതാണ്. നമ്മൾ ഈശോയുടേതാണെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ നമ്മളെല്ലാവരിലേക്കും സന്തോഷത്തോടു കൂടി പാറി നടന്ന് നമ്മൾ നന്മകൾ ചെയ്യും. അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന മേഖല പ്രേക്ഷിത പ്രവർത്തനമാണ് എന്ന് പറയുക. അത് സുവിശേഷത്തിൻ്റെ കൈമാറ്റമാണ്. കൃപാസനം പത്രം കൊടുക്കുമ്പോൾ ദൈവികമായ സന്ദേശങ്ങളെയാണ് കൈമാറുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെയുമാണ് നമ്മൾ കൈമാറുന്നത്. ഈ ദൈവസ്നേഹത്തിലേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെയാണോ സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾക്ക് ഇന്നും യാതൊരു കുഴപ്പവുമില്ല, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് മാത്രം പറയുന്ന രീതിയിലേക്കാണ് നമ്മൾ മാറുന്നത്. അതുകൊണ്ട് ഓർക്കണം, നമ്മൾ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന മേഖല അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. അത് ഒരു വാതകം അന്തരീക്ഷം മുഴുവനും പടരുന്നത് പോലെ, ഒരു കാറ്റ് എല്ലായിടത്തേക്കും കൊണ്ടുപോകുന്നത് പോലെ, നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ സുഗന്ധവുമായി ജീവിക്കുന്ന എല്ലായിടത്തേക്കും പാറി നടന്നുകൊണ്ട് നാം കണ്ടറിഞ്ഞ, നാം അനുഭവിച്ച, നമുക്ക് അനുഗ്രഹം നൽകിയ നമ്മുടെ ഈശോയെ, അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണത്തെ ലോകത്തോട് നമ്മൾ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉടമ്പടി ഓരോ ദിവസവും ഉള്ളിൽ വളരുവാനും ലോകത്തിന് നന്മ പകരുവാനും നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിനും സഹോദരിക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.